പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീടുകളിലുള്ള കുറഞ്ഞ ചേരുവകൾ വെച്ചുകൊണ്ട് രുചികരമായ ഒരു പലഹാരം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്നത് പോലെ തന്നെ കഴിക്കാനും നല്ല രുചിയാണ്, എല്ലാവർക്കും കഴിക്കാം, ഷുഗർ പേഷ്യൻറ്റിനൊക്കെ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി കടായിൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് മതിയാവും 1.5 കപ്പ് വെള്ളത്തിന്. പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകമാണ്. അതൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഒന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. വെള്ളം തിളച്ച് വരുമ്പോഴത്തേനും പിന്നെ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് വറുത്ത അരിപ്പൊടിയാണ്. ഞാനിവിടെ പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് 1 കപ്പ്. ആ വെള്ളം എടുത്ത കപ്പിൽ 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളം, അതാണ് കണക്ക്. അതോടെ ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇത്രയും മതിയാവും. വെള്ളമൊക്കെ അതേലോട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കണം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പം ഇനി നമുക്ക് ഗ്യാസിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. മാറ്റി കൊടുത്തില്ലെങ്കിലും ഈ പാത്രത്തിൽ തന്നെ ഇട്ടാണെങ്കിലും നമുക്ക് കുഴയ്ക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ചൂടൊന്ന് തണുത്താൽ മതിയാവും. ഇതിനകത്തേക്ക് 1 കപ്പ് ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ചേർക്കുന്നത് ആ അളവിൽ തന്നെ 1 മുറി തേങ്ങയും കൂടിയാണ്. തേങ്ങയും ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ക്യാരറ്റിൻ്റെ ആ ഒരു ഫ്ലേവറിൽ നല്ലൊരു ചെറിയ മധുരം ഉണ്ടാകും. നല്ല കളർഫുള്ളാണ്. ക്യാരറ്റൊന്നും അങ്ങനെ കഴിക്കാത്ത മക്കൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ആ എല്ലാ ഗുണവും കിട്ടും. ക്യാരറ്റ് ഉള്ളിൽ ചെല്ലും. നല്ലൊരു പലഹാരം ഒരുപാട് കഷ്ടപ്പെടാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പം 1 കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം കറക്റ്റാണ്. പിന്നെ ഒട്ടും ചേർക്കണ്ട. ഇത് നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കയ്യിൽ വെള്ളം ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിലൊന്ന് കൈ മുക്കിയാൽ മതിയാവും. ഇനി നമുക്ക് ചെയ്യേണ്ടത് വാഴയില ഉണ്ടെങ്കിൽ വാഴയിലയിൽ നമുക്ക് ഇത് കനം കുറച്ച് പരത്തി അട പോലെ ഉണ്ടാക്കിയെടുക്കാം. കൊഴുക്കട്ട രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ആവിയിൽ എങ്ങനെയാണെങ്കിലും ആവിയിലൊന്ന് പുഴുങ്ങിയെടുത്താൽ മതിയാകും. നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ. ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റിലാണ് പുഴുങ്ങിയെടുക്കുന്നത്. ആ പ്ലേറ്റിലേക്ക് ഒരല്പം നെയ്യ് ഇതുപോലെ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. അടിക്കൊന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഈ നെയ്യ് തടവി കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിനകത്തുനിന്ന് പകുതി മാവ് എടുത്തിട്ട് ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. പരത്തി എടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് സമയത്ത് തന്നെ, ഇത്രയും ബാക്കിയുണ്ട് കേട്ടോ, 10 മിനിറ്റ് സമയത്ത് തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കണം. നമ്മൾ വട്ടയപ്പമൊക്കെ സാധാരണ പുഴുങ്ങിയെടുക്കുന്ന പോലെ ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുത്താൽ മതിയാകും. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം, തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ആ സമയത്ത് ഞാൻ ബാക്കി ഉണ്ടായിരുന്നതിന് ഇതുപോലെ ഉണ്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ഇല ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇലയുണ്ടെങ്കിൽ നമുക്ക് ഇലയിലുണ്ടാക്കാം, നല്ല രുചിയാണ്. അപ്പം ബാക്കി ഉണ്ടായിരുന്ന മാവ് കൊണ്ട് ഞാൻ ഇതുപോലെ കൊഴുക്കട്ട പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടിനും ഒരേ ടേസ്റ്റ് തന്നെയാണ്. രൂപത്തിലൊരു ചെറിയ മാറ്റം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് സമയത്ത് തന്നെ അതൊന്ന് വെന്ത് തരട്ടെ. അപ്പോഴത്തേന് ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്കിഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. സ്ക്വയറോ ട്രയാങ്കിളോ ഏത് തരത്തിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് വട്ടയപ്പം മുറിക്കുന്ന പോലെ അങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, എങ്ങനെ വേണമെങ്കിലും. അപ്പം വളരെ രുചികരമായ ഒരു പലഹാരമാണ്. ക്യാരറ്റും അരിപ്പൊടി വെച്ചുകൊണ്ടുള്ള വളരെ കുറഞ്ഞ ചേരുവയിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ ബൈ.